നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാസാഗരത്തിലെ ഒരു കഥയാണ്. ആ കഥ പുരുഷനായി മാറിയ ഒരു സുന്ദരിയുടെ കഥയാണ്. ആ കഥ ഇപ്രകാരമാണ്. എലാത്തൂസിൻ്റെ പുത്രിയും അപ്സരസുമായ കെനീസിനെ സമുദ്രദേവനായ പൊസിഡോൺ സ്നേഹിച്ചു. ആ ദേവൻ്റെ ഇംഗിതത്തിന് അവൾ വഴങ്ങി. ഒരു ദിവസം ദേവൻ അവളോട് ചോദിച്ചു, കെനീസേ, നീ ഒരു വരം ചോദിക്കുക, ഞാൻ നിൻ്റെ ഇഷ്ടം സാധിച്ചു തരാം. എന്താണ് ചോദിക്കേണ്ടതെന്ന് കെനീസിന് അധിക നേരം ആലോചിക്കേണ്ടി വന്നില്ല. അവൾ പറഞ്ഞു, ദേവാ, സ്ത്രീജന്മം എനിക്കും അടുത്തു. എനിക്കൊരു പുരുഷനായി തീരണം. പടക്കളത്തിൽ ഏത് യോദ്ധാവിനെയും ജയിക്കാൻ പോരുന്ന ശരീരഘടനയുള്ള പോരാളിയാക്കി എന്നെ മാറ്റണം. ഇതായിരുന്നു അവളുടെ ആഗ്രഹം. പോസിഡോൺ ദേവൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പെട്ടെന്ന് അവൾ ഒരു പുരുഷനായി മാറി. കേനിയൂസ് എന്നാണ് അവൾക്ക് പോസിഡോൺ ദേവൻ പേരിട്ടത്. ലാപ്പിത്തൻ രാജ്യത്തിലെ വീരയോദ്ധാവായി കേനിയൂസ് മാറി. കേനിയൂസിൻ്റെ അത്ഭുതകരമായ ബലവും പരാക്രമശക്തിയും കൊണ്ട് ജനങ്ങൾ വിസ്മയിച്ചു. കേനിയൂസിനെ അവർ രാജാവായി തിരഞ്ഞെടുത്തു. പോസിഡോൺ ദേവനിൽ നിന്ന് കേനിയൂസിനൊരു പുത്രൻ ജനിച്ചിരുന്നു. വീരപരാക്രമശാലിയായിരുന്നു ആ പുത്രൻ. കൊറോനൂസ് എന്നായിരുന്നു അവൻ്റെ പേര്. ഡോറിയന്മാരുടെ രാജാവായ എജിമിയൂസിൻ്റെ കൊട്ടാരത്തിൽ ഹെർക്കുലീസ് താമസിച്ചിരുന്ന കാലത്ത് കൊറോനൂസുമായി ഹെർക്കുലീസ് യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ മനുഷ്യർക്ക് അജയ്യനായി എന്ന കൊറോനൂസിനെ ഹെർക്കുലീസ് വധിച്ചു. പുരുഷനായി മാറിയ കെനിയൂസ് രാജാവ് ഭരണമേറ്റെടുത്തു. സദാസമയവും യുദ്ധം എന്നതായിരുന്നു കെനിയൂസിൻ്റെ പ്രമാണം. അയൽ രാജ്യങ്ങളെല്ലാം കീഴടക്കി. അറിയപ്പെട്ട അയൽ രാജ്യങ്ങളൊന്നും കീഴടക്കാൻ അവശേഷിക്കുന്നില്ല എന്ന നില വന്നപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് മല്ലിടുന്നതിലായി കെനിയൂസിൻ്റെ ശ്രമം. ലാപ്പിത്ത രാജ്യത്തെ ഒരു ചന്തസ്ഥലത്ത് കെനിയൂസ് ഒരു കുന്തമുയർത്തി സ്ഥാപിച്ചു. ആ കുന്തത്തിന് മുമ്പിൽ എല്ലാ ജനങ്ങളും വരികയും പൂജ നടത്തുകയും വേണമെന്ന് കെനിയൂസ് വിളംബരം പുറപ്പെടുവിച്ചു. സകല ക്ഷേത്രങ്ങളിലെയും ആരാധനകൾ അതോടെ മുടങ്ങുകയും അനുസരിക്കാത്തവർക്ക് വധശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തു. സിയൂസ് ദേവൻ കെനിയൂസിൻ്റെ അഹന്ത കണ്ട് കോപിഷ്ഠനായി. അവളെ കൊല്ലുവാൻ സെൻറ്റാറുകളെ സിയൂസ് അയച്ചു. പക്ഷെ അവർക്ക് കെനിയൂസിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. കെനിയൂസിൻ്റെ ശരീരത്തിൽ പതിച്ച അസ്ത്രങ്ങളും കുന്തങ്ങളും ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. ആയുധങ്ങൾ അത്ഭുത ശക്തിയുള്ള കെനിയൂസിൻ്റെ തൊലിയിൽ തട്ടി തെറിച്ചുപോയി. ഭടന്മാർ സിയൂസിൻ്റെ അടുക്കൽ തിരിച്ചെത്തി. എല്ലാവർക്കും എത്താൻ കഴിഞ്ഞില്ല. കാരണം ഇതിനോടകം കെനിയൂസ് പലരെയും കാലപുരിക്കയച്ചിരുന്നു. സംഭ്രമചിത്തരായ ഭടന്മാരോട് സിയൂസ് പറഞ്ഞു, പൊസിഡോൺ ദേവൻ്റെ അനുഗ്രഹം കൊണ്ട് കെനിയൂസ് പ്രബലനായിരിക്കുന്നു. ശരീരഭാഗത്ത് ആയുധമേൽക്കുകയില്ല. പക്ഷേ ഒരു മാർഗമുണ്ട്. കെനിയൂസിനെ കീഴടക്കുവാൻ അത് നിങ്ങൾ പ്രയോഗിച്ചു നോക്കൂ. എന്താണ്? പറയൂ ദേവ. ആ ഭടന്മാർ അഭ്യർത്ഥിച്ചു. ദേവദാര വൃക്ഷത്തിൻ്റെ വിറക് കഷ്ണം കൊണ്ട് കെനിയൂസിൻ്റെ ശിരസിലടിക്കുക. ശിരസ്സു തകർന്നാൽ മരണം നിശ്ചയമാണ്. ഭടന്മാർ വീണ്ടും കെനിയൂസിനെ നേരിട്ടു. ദേവദാര വൃക്ഷത്തിൻ്റെ കഷ്ണം കൊണ്ട് കെനിയൂസിൻ്റെ തലയ്ക്ക് അവർ അടിച്ചു. പ്രഹരമേറ്റ് പ്രജ്ഞ നശിച്ച് കെനിയൂസ് നിലം പതിച്ചു. അപ്പോൾ ഒരു പക്ഷി കെനിയൂസിൻ്റെ ശിരസിൽ നിന്ന് പുറത്തിറങ്ങി പറന്നുപോയി. സമീപത്തു നിന്ന മൂപ്പൂസ് എന്ന പ്രവാചകൻ പറഞ്ഞു, അതാ കെനിയൂസിൻ്റെ ആത്മാവ് പറന്നുപോകുന്നു. കെനിയൂസിൻ്റെ ശരീരം മാത്രം ഭൂമിയിൽ കിടന്നു. സെൻറ്റാറുകൾ അടുത്തെത്തി നോക്കിയപ്പോൾ തങ്ങൾ വധിച്ചിട്ട
വീരയോദ്ധാവ് ഒരു പെൺകുട്ടിയാണെന്ന് കണ്ടു. അവർ വിസ്മയ പരതന്ത്രരായിത്തീർന്നു. ഇത് പുരുഷനായി മാറിയ ഒരു സുന്ദരിയുടെ ഗ്രീക്ക് പുരാണ കഥാസാഗരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.